നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം ആയില്യം നക്ഷത്രത്തെക്കുറിച്ചാണ്. ആയില്യം നക്ഷത്രക്കാരുടെ 2026-27 വിഷു ഫലമാണ് നമ്മളിവിടെ പറയുന്നത്. സാധാരണഗതിയിൽ നമ്മൾ വിഷുഫലം ഒരു മാസം മുമ്പ് പ്രവചിക്കാറുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ചില നിമിത്ത ഫലങ്ങൾ നന്നായിരുന്നില്ല, അതുകൊണ്ടാണ് ഫലങ്ങൾ നിർവചിക്കാതിരുന്നത്. ഇപ്പോൾ നിമിത്തങ്ങളെല്ലാം ശരിയായി വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഫലങ്ങൾ ഇപ്പോൾ പറയുന്നത്. ആയില്യം നക്ഷത്രക്കാർക്ക് ഈ ലോകം മാറിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കുമെന്നും അവർ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുമാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഈ ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആയില്യം നക്ഷത്രക്കാരെ കുറിച്ച് ആയില്യം നക്ഷത്രക്കാരും അവർക്ക് ചുറ്റുമുള്ളവരും ഒന്ന് അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ്. അത് അറിയാവുന്നവര് സ്കിപ്പ് ചെയ്ത് ഫലത്തിലേക്ക് പോവുക. ഈ ആയില്യം നക്ഷത്രത്തിൽ ജനിക്കുന്ന ആളുകൾ എല്ലാ കാര്യങ്ങളിലും ഒരു സംശയ ദൃഷ്ടിയോടെ നോക്കുന്ന ആളുകളായിരിക്കും. ചില കാര്യങ്ങളിലൊക്കെ ഇവർക്ക് വഞ്ചനാ സ്വഭാവം കാണിക്കുന്നവരാണ്. ചില ആളുകളോട് മാത്രം അടുപ്പം കാണിക്കുന്ന ആളുകളാണ്. ഇവർക്കെതിരെ ഉണ്ടാവുന്ന ഒരു ദുഷ്പ്രചരണമാണ് ആയില്യം അയൽവീട് മുടിക്കുമെന്നുള്ള ഒരു പഴമൊഴി. അതുപോലെ തന്നെ സർപ്പ ദൃഷ്ടികളാണെന്നും വിശ്വസിക്കപ്പെടുന്ന ഇവരുടെ ദൃഷ്ടിയിൽ നിന്നും വൈദ്യുത പ്രസരണം ഉണ്ടാകുമെന്നും പതിവായി പതിയുന്ന സ്ഥാനങ്ങൾ നശിക്കുമെന്നും ഒക്കെ പറയാറുണ്ട്. ഇത് വെറും മിഥ്യാധാരണയാണ്. ഇത് പറയാൻ കാരണം ആയില്യം നക്ഷത്രക്കാരോട് ആരെങ്കിലും എതിരിട്ട് കഴിഞ്ഞാൽ അവരെ ഉന്മൂലനം ചെയ്യുന്ന ഒരു സ്വഭാവം ഈ ആയില്യം നക്ഷത്രക്കാർക്കുണ്ട്. അതുകൊണ്ട് മാത്രം പറയുന്നതാണ്. ആയില്യം നക്ഷത്രക്കാരുടെ കണ്ണുകൾക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു സൗന്ദര്യം ഉണ്ടായിരിക്കുന്നതാണ്. ഇവര് സഞ്ചാരശീലരായിരിക്കും. ആയില്യം നക്ഷത്രത്തിന്റെ 2ാം പാദത്തിൽ ജനിച്ച ആളുകളാണെങ്കിൽ ധനം ഇവർക്ക് ഒരുപാടുണ്ടാവുന്നതാണ്. 3ാം പാദത്തിൽ ജനിച്ച ആള് മാതാവിനും 4ാം പാദത്തിൽ ജനിച്ച ആള് പിതാവിനും ചെറിയ ദോഷങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. 1ാം പാദത്തിലാണെങ്കിൽ ഇവര് ഉത്തമരായിട്ടുള്ള ഒരു ആളായിട്ട് മാറുന്നതാണ്. ഇവരുടെ ഒരു പ്രത്യേകത ആത്മാർത്ഥത ഉണ്ടെന്ന് നമ്മളെ തോന്നിപ്പിക്കും വിധമാണ് ഇവരുടെ പെരുമാറ്റം. എന്നാൽ ഇവർക്ക് വലിയ ആത്മാർത്ഥതകളൊന്നും കാണാറില്ല. ഇവരെ ഒരു സ്വാർത്ഥ മോഹികളായിട്ടാണ് കണ്ടുവരുന്നത്. ഇവര് ആരോടും അടുക്കാനും അകലാനും ഒന്നും ഇവർക്ക് യാതൊരു വിഷമവും ഇല്ലാത്ത ആളുകളാണ്. വളരെ അടുത്തറിഞ്ഞാൽ മാത്രമേ ആയില്യം നക്ഷത്രക്കാരെ നമ്മൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. നയപരമായിട്ട് പെരുമാറുകയും ആരെയും പാട്ടിലാക്കാൻ ഇവർക്ക് കഴിയുകയും ചെയ്യുന്നതാണ്. നേതൃസ്ഥാനങ്ങളിലൊക്കെ വളരെ പെട്ടെന്ന് ഇവർക്ക് വന്നെത്താൻ കഴിയുന്നതാണ്. ആ രംഗത്ത് ഇവര് തിളങ്ങുകയും ചെയ്യുന്ന ആളുകളാണ്. നേതൃത്വത്തിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളൊക്കെ ഇവർക്ക് വിജയിക്കുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. ഇവര് വളരെയധികം ധൈര്യശാലികളൊക്കെ ആയിട്ടാണ് നടിക്കുന്നത്. എങ്കിലും ഉള്ളിൽ ഭയമുള്ള ആളുകളായിട്ടാണ് കൂടുതൽ ആളുകളെയും കാണുന്നത്. ഇവരുടെ ഒരു പോരായ്മ എന്ന് പറയുന്നത് വിശ്വസിക്കുന്നവരിലേക്ക് തങ്ങളുടെ ഏത് രഹസ്യവും പറയാൻ ഇവർക്ക് മടിയില്ല എന്നുള്ളതാണ്. എല്ലാവരോടും ഇവര് സ്നേഹത്തോടെയൊക്കെ ആയിരിക്കും പെരുമാറുന്നത്. എന്നാൽ ആരെയും ചോദ്യം ചെയ്യാനൊന്നും ഇവര് അനുവദിക്കുകയില്ല. ഇവരുടെ താല്പര്യങ്ങളെ സംരക്ഷിച്ചു കൊടുക്കുന്നവരോട് ഇവർക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു മമതയൊക്കെ ഉണ്ട്. അഭിമാനം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ത്യാഗവും ഇവര് സഹിക്കുന്നവരാണ്. ഇവർക്ക് മുൻകോപം വളരെ കൂടുതലാണ്. അത് വളരെയധികം പ്രശ്നങ്ങളിലേക്ക് നയിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഇവരുടെ മുൻകോപം ഒന്ന് നിയന്ത്രിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നേട്ടങ്ങൾ ഇവർക്ക് സ്വന്തമാക്കാൻ കഴിയുന്നതാണ്. ഇതാണ് ആയില്യം നക്ഷത്രത്തിൽ ജനിച്ച ആളുകളുടെ പൊതുവായിട്ടുള്ള സ്വഭാവങ്ങളും അവരുടെ രീതികളും. ഇനിയും നമ്മൾ ഫലത്തിലേക്ക് കിടക്കുകയാണ്. ഈ ഫലം എന്ന് പറയുന്നത് പൊതുവായിട്ടുള്ള ഫലമാണ്. സ്ത്രീക്കെന്നോ പുരുഷനെന്നോ വേർതിരിച്ചുള്ള ഒരു ഫലമല്ല. ഈ വിഷുഫലം നമ്മൾ 4ആയി തിരിച്ച് 3 മാസങ്ങൾ അടങ്ങുന്ന 4 ഘട്ടങ്ങളായിട്ടുള്ള ഫലങ്ങളായിട്ടാണ് പറയുന്നത്. ആദ്യമായിട്ട് ഏപ്രിൽ 14 മുതൽ മെയ് ജൂൺ വരെയുള്ള ഫലങ്ങളാണ് പറയുന്നത്. ഈ സമയത്ത് ആയില്യം നക്ഷത്രക്കാർക്ക് ചില പ്രിയ ജനങ്ങളുടെ വേർപാടുണ്ടാകുന്നതാണ്. അത് നിങ്ങളുടെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. കർമ്മരംഗത്തെ ചെറിയ വിഘ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആരോഗ്യം വളരെ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ്. ചില ഹോസ്പിറ്റൽ കേസുകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സാമ്പത്തികപരമായിട്ട് ചെറിയ ഞെരുക്കം അനുഭവപ്പെടുന്ന ഒരു സമയമാണ്. പ്രായോഗിക ബുദ്ധിയൊക്കെ പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഒരു സമയമാണ്. അവിഹിത ബന്ധങ്ങൾക്കൊക്കെ താല്പര്യം കാണിക്കുന്ന ഒരു സമയമാണ്. സ്ഥാനചലനമൊക്കെ നിങ്ങൾക്കുണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്.
ജൂൺ മാസത്തിലേക്ക് വരുമ്പോൾ പ്രതീക്ഷകളൊക്കെ നിറവേറുന്നുണ്ട്, ആരോഗ്യമൊക്കെ മെച്ചപ്പെടുന്നുണ്ട്. ഇത് 3 മാസത്തെ പ്രധാനപ്പെട്ട ഫലങ്ങളാണ്. ഇതില് ഒരു ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണെങ്കിലും ആരോഗ്യപരമായിട്ട് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ സമയം ശിവ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നല്ലതാണ്. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബറിലേക്ക് എത്തുമ്പോൾ ശാരീരികമായിട്ടുണ്ടായിരുന്ന ക്ലേശങ്ങളെല്ലാം മാറിക്കിട്ടുന്നതാണ്. ചെലവുകളൊക്കെ അധികരിക്കുമെങ്കിലും വരവ് അതിനനുസരിച്ച് ഗണ്യമായി വർദ്ധിക്കുന്നതാണ്. പ്രവൃത്തിയിലൊക്കെ മേന്മയുണ്ടാകുന്നതാണ്. യാത്രകളിലൊക്കെ മേന്മയുണ്ടാവുന്നുണ്ട്. സ്വസ്ഥാനത്ത് നിന്നൊക്കെ മാറ്റം ഉണ്ടാവുമെങ്കിലും അത് നല്ലൊരു മാറ്റമായിട്ടാണ് കണ്ടുവരുന്നത്. സർക്കാർ ജോലിയിലുള്ളവർക്കൊക്കെ പ്രൊമോഷനോടുകൂടിയുള്ള മാറ്റമൊക്കെ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ തൊഴിലിൽ ഒരു മാറ്റം കാണുന്നുണ്ട്. കാര്യതടസ്സമൊക്കെ മാറിക്കിട്ടുന്നതാണ്. ആഗ്രഹങ്ങളൊക്കെ സഫലീകരിക്കുന്നതാണ്. മനോബലമൊക്കെ കൂടുന്ന ഒരു സമയമാണ്. കർമ്മരംഗത്തുണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടുന്നതാണ്. അവിവാഹിതരായവരുടെ വിവാഹമൊക്കെ നടക്കാൻ പറ്റിയ ഒരു സമയമാണ്. വിദ്യാർത്ഥികൾക്ക് നല്ലൊരു സമയമാണ്. ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാവുന്ന ഒരു സമയമാണ്. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസം എടുക്കുകയാണെങ്കിൽ പൊതുവായിട്ട് ആയില്യം നക്ഷത്രക്കാർക്ക് വളരെ മേന്മയുള്ള ഒരു സമയമാണ്. സാമ്പത്തികപരമായിട്ടും തൊഴിൽപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും മുന്നിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. ആരോഗ്യപരമായിട്ടും നിങ്ങൾക്ക് വളരെ മേന്മയുള്ള സമയമാണ്. ശിവ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നല്ലതാണ്. ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസത്തിലേക്ക് എത്തുമ്പോൾ ചെറിയ ചെറിയ കേസുകളൊക്കെ ഉണ്ടാവാതെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ചെറിയ വഴക്കുകൾക്കൊക്കെ സാധ്യതയുണ്ട്. വാക്കുതർക്കങ്ങൾക്കൊന്നും നിങ്ങൾ പോകാതിരിക്കുക. സാമ്പത്തികമായിട്ട് നിങ്ങൾ മുന്നേറ്റമാണ് കാണുന്നത്. ചില സാഹചര്യങ്ങളിലൊക്കെ കുടുംബത്തിൽ ഒറ്റപ്പെടുന്ന ഒരു സന്ദർഭം ഉണ്ടാകാറുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. മനസ്സിന് അകാരണമായിട്ടുള്ള ചിന്തകൾ മൂലം മനോവിഷമം ഉണ്ടാവുന്നതാണ്. ഇതൊന്ന് ശ്രദ്ധിക്കണം. അകാരണമായിട്ടുള്ള ചിന്തകളാണ്. കാരണമില്ലാത്ത ചില ചിന്തകൾ കൊണ്ടാണ് ഇതുണ്ടാവുന്നത്. ഇത് നിങ്ങളുടെ തൊഴിലിനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏകാന്തതയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സമയമാണ്. അപവാദങ്ങളൊക്കെ ചെറിയ തോതിൽ കേൾക്കാൻ ഇടവരുന്ന ഒരു സമയമാണ്. ഇഷ്ടജനങ്ങളുമൊക്കെ ആയിട്ട് ചെറിയൊരു സ്വരച്ചേർച്ച ഇല്ലായ്മ വരുന്നുണ്ട്. നിങ്ങളുടെ ബിസിനസ്സുകളൊക്കെ എന്നാൽ വലിയ തോതിൽ പുരോഗതി ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. തൊഴിലിലും വലിയൊരു പുരോഗതി ഉണ്ടാകുന്നുണ്ട്. യാത്രകൾ കൊണ്ടൊക്കെ പ്രയോജനം ഉണ്ടാവുന്നതാണ്. ഈ മാസങ്ങളിൽ ആയില്യം നക്ഷത്രക്കാർക്ക് മാനസികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെങ്കിലും സാമ്പത്തികപരമായിട്ടും മറ്റും വളരെ മേന്മയാണ് കാണുന്നത്. വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നല്ലതാണ്. ഇനി 2027 ജനുവരി, ഫെബ്രുവരി, മാർച്ചിലേക്ക് എത്തുമ്പോൾ ഇവർക്ക് സന്താന ഭാഗ്യമൊക്കെ ഉണ്ടാവുന്ന ഒരു സമയമാണ്. സന്താനങ്ങളില്ലാത്തവർക്ക് സന്താന ഭാഗ്യമൊക്കെ ഉണ്ടാവുന്നുണ്ട്. കൂടാതെ ഭവനമൊക്കെ നിർമ്മിക്കുവാൻ പറ്റിയ ഒരു സമയമാണ്. ഭവനമില്ലാത്തവർക്കൊക്കെ ഈ സമയത്തൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ഭവനമൊക്കെ ഉണ്ടാകുന്നതാണ്. വാഹന ഭാഗ്യമൊക്കെ ഉണ്ടാകുന്നതാണ്. രോഗങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ശമനം ഉണ്ടാകുന്നതാണ്. ശത്രുക്കളെയൊക്കെ നിങ്ങൾ പരാജയപ്പെടുത്തുന്ന ഒരു സമയമാണ്. സാമ്പത്തിക നേട്ടങ്ങൾ വളരെയധികം ഉണ്ടാവുന്നതാണ്. ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്ന അഭിപ്രായ ഭിന്നതകളൊക്കെ മാറുന്നതാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം പുരോഗതി ഉണ്ടാകുന്നതാണ്. ജോലിയിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ചില നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. ദൈവത്തിന്റെ അനുഗ്രഹം ഒരുപാടുണ്ടാകുന്ന ഒരു സമയമാണ്. ദേവീപ്രീതി നടത്തുന്ന ഈ സമയത്ത് വളരെ നല്ലതാണ്. ഈ വിഷുബലം എടുക്കുകയാണെങ്കിൽ ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഗുണങ്ങൾ ഏറെയുള്ള ഒരു വർഷമാണെങ്കിലും ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളും മാനസിക പ്രശ്നങ്ങളും ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇത് ഒഴിച്ചു നിർത്തിയാൽ ജീവിതം വളരെ സുഖകരമായിട്ട് മുന്നോട്ട് പോകുന്നതാണ്. എല്ലാവരും പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക. നമ്മൾ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ അന്യമതത്തിൽപ്പെട്ട ആളുകളാണ് കേൾക്കുന്നതെങ്കിൽ അവരവരുടേതായിട്ടുള്ള മതത്തിൽ പ്രാർത്ഥിച്ച് ദൈവത്തിൽ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുക. അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. പ്രാർത്ഥന കൊണ്ട് നമ്മൾക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാവുന്നതാണ്. ഒരുപാട് പോസിറ്റീവ് എനർജി ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.